പൈ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൈ നെറ്റ്വർക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. എൻജോയ് ടെക് തസ്സെനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പൈ നെറ്റ്വർക്കിൽ KYC ചെയ്ത് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. KYC ചെയ്യണതിൻ്റെയും ലോക്കപ്പ് റേറ്റ് സെറ്റ് ചെയ്യണതിൻ്റെ പിന്നെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെയും, അതായത് ഈ പൈ നെറ്റ്വർക്കിൻ്റെ ഈ ആപ്പിൽ നിന്നുള്ളത് പൈയുടെ വാലറ്റിലേക്ക്, പൈ ബ്രൗസർ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. KYC കംപ്ലീറ്റ് ചെയ്യണതിൻ്റെയും എല്ലാത്തിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ടഫായിരുന്നു. ഇപ്പോൾ അവർ KYC ഇത്തിരി കൂടിയും ലിബറലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് അവർ ട്വിറ്ററിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ നെറ്റ്വർക്കിൻ്റെ ഇവിടെ നമ്മൾ താഴത്തെ നിയം ദ മെയിനായിട്ട് ചെക്ക് ലിസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പയനിയേഴ്സ് ക്യാൻ നൗ കംപ്ലീറ്റ് ഓൾ ആക്ഷൻ സ്റ്റെപ്സ് ബിഫോർ KYC അപ്രൂവൽ. KYC അപ്രൂവലിന് മുമ്പ് തന്നെ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും, ക്രിയേറ്റ് വാലറ്റ് അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പുകളും KYC അപ്രൂവലിന് മുമ്പ് തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മൈഗ്രേഷനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരാൾക്ക് KYC ചെയ്ത് കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് തന്നെ അപ്രൂവായി, 5 മിനിറ്റിനുള്ളിൽ അപ്രൂവായി. അപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് KYC ചെയ്യുക. KYC ചെയ്താൽ മാത്രമാണ് ഈ നമ്മുടെ പൈ നെറ്റ്വർക്കിൽ കിട്ടിയ കോയിൻ നമുക്ക് വാലറ്റിലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്കപ്പ് റേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യണം. എത്ര മാക്സിമം 3 ഇയറാണ്, മിനിമം 2 വീക്സാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. പക്ഷേ മാക്സിമം ടൈമിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റിൽ ബൂസ്റ്റിൽ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും, മൈനിങ് ഉള്ള കാലം മൊത്തം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഓപ്പൺ മെയിൻ നെറ്റാണ് ഇനി വരാനുള്ളത്. ഇപ്പം നമ്മുടെ നിലവിലുള്ളത് മെയിൻ നെറ്റ് വന്നു ക്ലോസ്ഡ് മെയിൻ നെറ്റാണ്. അതായത് പൈ ബ്രൗസറിൽ ഉള്ളിൽ മാത്രമാണ്, നമ്മുടെ പൈ ബ്രൗസറിൻ്റെ ഉള്ളിൽ മാത്രമാണ് ആ ഒരു ഇത് നടക്കുള്ളൂ, ട്രാൻസാക്ഷൻസ്. അപ്പോൾ അത് ക്ലോസ്ഡ് മെയിൻ നെറ്റാണ്. ഇനി ഓപ്പൺ മെയിൻ നെറ്റ് വരും. ഓപ്പൺ മെയിൻ നെറ്റ് ഈ മാസം വരുമെന്ന് കേൾക്കുന്നുണ്ട്. ഉറപ്പാണോ എന്നറിയില്ല. പൈ ഡേ 2 പൈ ഡേയിലാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പൈ നെറ്റ്വർക്ക് എന്ന് ഹാഷ്ടാഗ് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറേ റിലേറ്റഡ് ന്യൂസ് നമുക്ക് കാണാൻ പറ്റും ട്വിറ്ററിൽ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈയുടെ ഈ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പൈ ഇപ്പം തന്നെ കുറേ സ്ഥലങ്ങളിൽ പൈയുടെ വാല്യൂ ഇപ്പം തന്നെ ഒരു ഗ്ലോബൽ വാല്യൂ അവർ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടില്ലെങ്കിലും അവരൊക്കെ വലിയൊരു വാല്യൂ ആണ് ഉദ്ദേശിച്ചാണ്. അത്രയൊന്നും വന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള പൈ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന പൈ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ $38 $40 റേറ്റ് തന്നെ പൈ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇതുവരെ അറിയാണ്ടുള്ള ഒരു പൈ ലിസ്റ്റ് ചെയ്താണ്. ഒരു പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് ആണത്. ഇവർ ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്തതന്നെയല്ല. ഇപ്പോൾ നമുക്ക് എക്സ്ചേഞ്ചുകളിലുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ GCV വാല്യൂ എന്ന് വെച്ചാൽ ഭയങ്കര വാല്യൂ ആണ് അവർ പറഞ്ഞത്. പൈ നെറ്റ്വർക്കിൻ്റെ GCV വാല്യൂ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ട സ്റ്റോർ അക്സെപ്റ്റഡ് പൈ കോയിൻ വെൻ മെയിൻ നെറ്റ് ഓപ്പൺ. GCV $6,700 $6,700 പെർ പൈക്ക് ഒരു ടൊയോട്ട സ്റ്റോർ പൈ കോയിൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ്. ഫേക്കാന്ന് തോന്നുന്നില്ല. കുറേ സ്ഥലത്ത് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ $314,159 GCV വാല്യൂ ഗ്ലോബൽ വാല്യൂ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്നാലും നല്ലൊരു റേറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺഗ്രേറ്റ്സ് ടു ഗുഡ് പ്രിക്സ് സൂപ്പർ മാർക്കറ്റ് ഷോപ്പ് വിത്ത് പൈ നെറ്റ്വർക്ക് അറ്റ് GCV റേറ്റ് ഓഫ് $3,14,159 പൈ വാല്യൂ വെച്ചിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രേഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പൈ ടു പൈ മാത്രം, പൈ വാലറ്റ് ടു പൈ വാലറ്റ് മാത്രം ഇപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്ന എനിക്ക് തോന്നുന്നു, ലോക്കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ. ബാക്കിയൊന്നും നടക്കില്ല. ഓപ്പൺ മെയിൻ നെറ്റ് വന്നാലാണ് ബാക്കി നടക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഓപ്പൺ മെയിൻ നെറ്റ് വന്നത് എന്നാന്നുള്ളതാണ്. ഓപ്പൺ മെയിൻ നെറ്റിന് നമ്മൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ മെയിൻ നെറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ നെറ്റ്വർക്ക് ക്ലോസ്ഡ് മെയിൻ നെറ്റ് അല്ലെങ്കിൽ കൺഫൈൻഡ് മെയിൻ നെറ്റിലാണ്. പൈ ലോഞ്ച് ആയിട്ടില്ല ഇതുവരെ ഒരു എക്സ്ചേഞ്ചിലും. അപ്പോൾ പൈ എക്സ്പെക്റ്റഡ് ടു ലോഞ്ച് ഓൺ ജൂൺ 28 വരാൻ ചാൻസ് ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. ഓപ്പൺ മെയിൻ നെറ്റ് ലോഞ്ച് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേറ്റഡ് ഫോർ 2024 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2024 വരുമെന്നാണ് എഴുതി വെച്ചത്.
അപ്പോൾ ഇവിടെ നമ്മൾ പൈ ടു ഡേ 2024 ആണ് വരാൻ പോകുന്നത്. ജൂൺ 28 അന്ന് വരുന്നതാണ് പറയണത്. അന്ന് വരുമോന്നും പറ്റി അറിയില്ല, പക്ഷേ എന്നാലും ഈ കൊല്ലം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം മൈൻ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് മൈഗ്രേറ്റും ചെയ്ത് വെച്ചേക്കുക യൂസിന് വേണ്ടിയിട്ട്. ഞാൻ പക്ഷേ 3 ഇയേഴ്സിലായിട്ട് ലോക്കാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഓപ്പൺ മെയിൻറ്റ് വന്നാലും വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ ഒരു പൈയുടെ റേറ്റ് പോകണേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി പൈയുടെ റേറ്റ് കൂടുമെന്ന് ആൾക്കാർ വിചാരിക്കുന്നതിൻ്റെ റീസൺ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പൈയുടെ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ 100 ബില്യൺ ആണ്. വേർ ഓൺലി 65 ബില്യൺ കോയിൻസ് വിൽ ബി എവർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു യൂസേഴ്സ് ഓവർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് മൈനിങ് കഴിഞ്ഞാൽ 65 ബില്യൺ മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുള്ളൂ ഈ 100 ബില്യണിൽ. അപ്പോൾ അത് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് മൈനിങ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുള്ളൂ. അതായത് the more pioneers join Pi network, the harder it will become to mine Pi. എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതോറും നെറ്റ്വർക്ക് കൂടുന്നതോറും ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കും ഒരു പൈ കോയിൻ മൈൻ ചെയ്യാനായിട്ട്. കറൻ്റ്ലി 35 മില്യൺ പയനേഴ്സാണുള്ളത്. ഇത് പഴയൊരു ഫോസ്റ്റാണ്, 35 മില്യൺ ഉള്ള, അപ്പോൾ അതിലും കൂടുതലായിട്ട്. അപ്പോൾ പൈ സ്കാഴ്സ് എന്ന് പറയാനുള്ള റീസൺ അതാണ്. കാര്യം 100 ബില്യൺ സപ്ലൈ ഉണ്ടെങ്കിലും വർഷങ്ങളെടുക്കുക അത് മൊത്തം നമുക്ക് മൈൻ ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൈ സ്കാഴ്സ് എന്ന് പറയാനുള്ള റീസൺ. അതാണ് പൈക്ക് വാല്യൂ ഉണ്ടാകുന്ന ആൾക്കാർ വിചാരിക്കാനുള്ള റീസൺ. പിന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ആയിരിക്കും പൈ ബ്ലോക്ക് ചെയിൻ. അപ്പോൾ നമുക്ക് ലോഞ്ചായി കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.